ആഹ് ഉദ്യോഗസ്ഥരില്ലാതെ എന്നും നിലനിൽക്കുന്നു. എന്നാൽ നമ്മുടെ എന്തായിരുന്നു ശരിക്കും നമ്മൾ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എട്ടാമത്തെ പാരമ്പര്യം എഐക്ക് എന്നാൽ നമ്മുടെ സേവന കേന്ദ്രങ്ങൾക്ക് പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കാന്ന് അല്ലേ? പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം സ്വീകരിക്കരുത് എങ്കിലും സേവാ കേന്ദ്രങ്ങളിൽ പ്രത്യേക ശമ്പളക്കാരെ നിയമിക്കുക എന്നുള്ളതാണ്. അതെ 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 അപ്പം ഇങ്ങനെയുള്ള ഒരു ആശയത്തിന്റെ ഒരു ഇതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മൾ അതിന്റെ ഒരു ചോദ്യങ്ങൾ വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ 12 പടികളും പാരമ്പര്യങ്ങളും എന്നുള്ള പുസ്തകത്തില് ഈ പാരമ്പര്യങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. എങ്ങനെയാന്ന് വെച്ചാല് നമുക്കറിയാലോ 1939 നമ്മുടെ ബിഗ് ബുക്ക് ഇറങ്ങുന്നത്. ആ സമയത്താണ് നമ്മളുടെ പടികളുടെ ഒരു ഘടനയൊക്കെ നമ്മൾക്ക് ആധികാരികമായിട്ട് ഉണ്ടാവുന്നത്. പക്ഷെ നീണ്ട ഒരു 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് 46 നമ്മളുടെ പാരമ്പര്യങ്ങൾ രൂപപ്പെടുന്നത്. അപ്പൊ അതിനുശേഷം അതൊരു 53-ലാണ് 12 എന്നുള്ള പ്രിന്റിങ്ങും പുസ്തകങ്ങളൊക്കെ വെളിയിൽ വരുന്നത്. അതിനുശേഷമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ ആധികാരികമായിട്ട് 12 എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മളുടെ ഈ പാരമ്പര്യങ്ങൾ വരുമ്പം അത്രയും അനുഭവത്തിൽ നിന്ന് അതിന്റെ ആ തീച്ചുളയിൽ നിന്നാണ് അത് നമുക്ക് സ്ഥാപിതമായിട്ടുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു വലിയ ഒരു പ്രസക്തി ഉണ്ട്, വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ അതിൽ നമ്മൾ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത്, ഈ പാരമ്പര്യങ്ങളിൽ നമ്മൾ മുറുകെ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം തന്നെ നശിച്ചു പോകും. എയുടെ ഐക്യത്തെ അത് ബാധിക്കും. എയുടെ ഐക്യമില്ലെങ്കിൽ വ്യക്തിപരമായ മോചനം നടക്കില്ല. കൂട്ടായ്മ ഇല്ലെങ്കിൽ നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇത്തരം പാരമ്പര്യങ്ങളിൽ നമ്മൾ വേണ്ടത്ര ഇത് എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചരിത്രപരമായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. സാധാരണഗതിയിൽ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പലതും കേട്ടിട്ടുള്ള പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുമ്പം ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു, ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കുറയുന്നു എന്നൊക്കെയാണ് പണ്ട് കാലത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മളുടെ ഇടയിൽ ഉണ്ട്. അത് പൊതുവിലുള്ള കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടി നമ്മൾ അതൊരു പുരോഗതി കൈവരിച്ചു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥകളും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുമ്പോൾ നമുക്ക് 5 ഏരിയ കമ്മിറ്റികളും ഡിസ്ട്രിക്ട് കമ്മിറ്റികളും ഏരിയ ഡെലിഗേറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം നമ്മളൊക്കെ അല്പം ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണ് ഇതൊക്കെ രൂപീകൃതമാകുന്നത്. പക്ഷേ നമ്മൾ ഗ്രൂപ്പിന്റെ തലങ്ങളിൽ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും കുറച്ച് പുറകിലാണ്. വിജയ് ഹോം ഗ്രൂപ്പ് അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചോദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അവസ്ഥയാണ്. ഏതായാലും 8-ാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കൊരു ചർച്ചകളാവാം. ആർക്കൊക്കെ എന്തൊക്കെയാണ് തോന്നുന്നത് എന്നുള്ളത് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടുള്ള അനുഭവം കലർത്തി പറയാനുണ്ടെങ്കിൽ ഓരോരുത്തർ കടന്നു വരട്ടെ. അതിന് ശേഷം നമുക്കത് തീർച്ചയാക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു രതീഷ് ചേട്ടാ. പറഞ്ഞ പോലെ തന്നെയാണ് 12 പടിയും പാരമ്പര്യവും എന്ന ഗ്രന്ഥം നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഫെലോഷിപ്പിനെ നിലനിർത്തുന്ന അതിന്റെ പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങൾ എങ്ങനെ നിലവിൽ വന്നു എന്നുള്ള ലഘുലേഖയെ കുറിച്ചൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് മിഡ് നൈറ്റിൽ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ രതീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചർച്ച ചെയ്യാനായിട്ട് മുന്നോട്ട് വരണം അഭ്യർത്ഥിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരാവുന്നതാണ്. ഞാൻ വരവുണ്ണി. ഓക്കെ. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും 40 കൂട്ടായ്മയുടെ സഹായത്താലും
ഇന്നേ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ആവശ്യപ്പെട്ടോ. സ്ക്രീൻ ഷെയറിങ് കാണാൻ പറ്റുന്നില്ല ഉണ്ണി? കാണാലോ അല്ലേ? ഇപ്പൊ ക്ലിയർ ആണ്. കുറച്ച് മുന്നേ വേറെ രീതിയിലായിരുന്നു. ഓക്കെ. ഓക്കെ. ഏതായാലും ദൈവത്തിന് നന്ദി പറയാണ്. ഇതുപോലത്തെ പ്രോഗ്രാമുകൾ നമ്മൾ പ്രത്യേകിച്ച് ഓൺലൈൻ മീറ്റിങ്ങിന്റെ സമയത്ത് കൂടുതൽ കേൾക്കാനും ആളുകൾ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റുക. എന്ന് വെച്ചാൽ പാരമ്പര്യത്തെക്കുറിച്ചുള്ള 1-ാം പാരമ്പര്യം മുതൽ 12 പാരമ്പര്യങ്ങൾ. നമ്മുടെ മിഡ് നൈറ്റിലാണെങ്കിൽ നമ്മൾ ഞായറാഴ്ച പാരമ്പര്യം എങ്ങനെ വികസിച്ചു എന്ന പാംപ്ലേറ്റിനെ കുറിച്ച് തന്നെ സംസാരിച്ചു. അതുപോലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം പല ഗ്രൂപ്പുകളിലും, ഇപ്പൊ തൊടുപുഴയൊക്കെ ആണെങ്കിലും എല്ലാ ആഴ്ചകളിലും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു 5-6 വർഷം ഞാൻ അതിൽ കൂടെ നടന്നപ്പോഴോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ മീറ്റിംഗ് കൂടുമ്പോഴോ ഒന്നും ഇത്ര സജീവമായിട്ട് പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നത്, പടികളെ കുറിച്ചൊക്കെ പറയുന്നതും കുടിക്കഥകളും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടികളും ഒക്കെയാണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടില് അല്ലെങ്കിൽ ഞാൻ നോക്കുമ്പോ ഒരു തിരിഞ്ഞു നോട്ടം എൻ്റെ ജീവിതത്തിൽ നടത്തുമ്പോ പാരമ്പര്യത്തെ കുറിച്ച് കൂടുതലൊക്കെ ഇച്ചിരിയും കൂടി ക്ലാരിറ്റി കിട്ടിയത് ഈ കഴിഞ്ഞ 1-1.5 വർഷങ്ങളിൽ നടത്തിയ ഓൺലൈൻ മീറ്റിങ്ങുകളിലൂടെയാണ്. അതിനർത്ഥം ഞാൻ മുമ്പ് പാരമ്പര്യത്തെ കുറിച്ച് കേട്ടിട്ടില്ലെന്നോ പാരമ്പര്യം വായിച്ചിട്ടില്ലെന്നോ 12 വായിച്ചിട്ടില്ലോ എന്നുള്ളതല്ല. അതൊക്കെ വായിക്കുക, അതിനകത്തൊക്കെ സ്കെച്ച് പേന കൊണ്ട് അടയാളപ്പെടുത്തുകയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ എനിക്ക് സ്വയം ഒരു സംശയമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്നൊക്കെ എടുത്തു നോക്കാറുണ്ട്. ഒരുപാട് അതിൽ നിന്നെല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിത യാത്രയിൽ ഓരോ ദിവസം തോറും പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും എൻ്റെ ഷെയറിങ്ങിൽ തന്നെ പറയാറുള്ളത്, എനിക്ക് വലിയ അറിവില്ല എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവ്. അവിടെ നിന്ന് വേണം എനിക്ക് തുടങ്ങാൻ സാധിക്കുക. ഏതായാലും ഈ ഞായറാഴ്ചകളിൽ നമ്മുടെ ജേക്കബേട്ടനാണ് പാംലെറ്റുകൾ, മറ്റേ ട്രഡീഷണൽ ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്നാണ് പാംലെറ്റ് വിശദീകരിക്കുന്നത്. വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. പലപ്പോഴും ആ റെക്കോർഡൊക്കെ നമുക്കിവിടെ കിട്ടുമ്പോൾ വീണ്ടും അത് കേൾക്കാനും, ലതീഷ് ഭായി ആണെങ്കിലും ഒക്കെ പാരമ്പര്യത്തെ പറ്റിയൊക്കെ പല സ്ഥലങ്ങളിൽ സംസാരിക്കുന്നത് ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവരോടൊക്കെ നന്ദിയും കൂടി ഉണ്ട്. കാരണം ഒരുപാട് സമയമൊക്കെ ചെലവഴിച്ചാണ് അവരൊക്കെ. ലതീഷ് ഭായിയാണ് കഴിഞ്ഞ ഒരു മീറ്റിങ്ങിൽ 1-1.5 മണിക്കൂർ അല്ലെങ്കിൽ അത് സംസാരിക്കുകയും പിന്നീട് ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടോ സംശയമുണ്ട്. അപ്പൊ ഉടനെ തന്നെ വീണ്ടും മിഡ് നൈറ്റിൽ വന്നു. അപ്പോ നമ്മുടെ പഴമക്കാരും അല്ലെങ്കിൽ നമ്മോടൊപ്പം സഞ്ചരിക്കുന്നവരൊക്കെ കാണിക്കുന്ന ആൽക്കഹോളിക്സ് അനോണിമസിനോട് കാണിക്കുന്ന സ്നേഹവും താല്പര്യവും പരിഗണനയും ഒക്കെ ഞാനും കാണിക്കേണ്ടതുണ്ട്. പാരമ്പര്യങ്ങള് ഈ 12 പ്രത്യേകിച്ച് ബുക്ക് ഒരെണ്ണം മേടിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതിന് എനിക്ക് തോന്നുന്നത് 100 രൂപ അല്ലെങ്കിൽ താഴെ ആയിരിക്കുള്ളൂ. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിനേക്കാളും വില കുറവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായാലും അത് വാങ്ങിക്കുന്നതും, അതിനകത്ത് എല്ലാം ബില്ലിന്റെ ലേഖനങ്ങളാണ്. പടികളെ കുറിച്ചും പാരമ്പര്യങ്ങളെ കുറിച്ചും ബില്ല് എഴുതിയ ലേഖനങ്ങളാണ്. അതിനകത്ത് ഒത്തിരി അറിവുകൾ തരുന്നുണ്ട്. അത് ഞാൻ ഏതായാലും തുടക്കം എൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ തൊടുപുഴ ഇന്റർഗ്രൂപ്പ് എനിക്ക് ഓരോ കോപ്പി, മലയാളം കോപ്പി എനിക്ക് തന്നിട്ടുണ്ട്. ആ സീല് വെച്ച ആ കോപ്പി തന്നെ എൻ്റെ കയ്യിലുണ്ട്. ബിഗ് ബുക്ക് കുറച്ചൊക്കെ ഫെയ്ഡായി പോകും, അതിന്റെ താളുകളൊക്കെ പറഞ്ഞു പോവുകയും ചെയ്തു അതിന്റെ ആ ഒരു. പക്ഷെ പാരമ്പര്യത്തിന്റെ നല്ല അടിപൊളിയായിട്ട് ഇപ്പോഴും ആ പഴയ പ്രിന്റിങ് നല്ല രീതിയിൽ അത് സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ ബിഗ് ബുക്ക് പിന്നെ ഒരു മലയാളം വേറെ ഒരെണ്ണം കൂടി മേടിക്കേണ്ടി വന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം സാഹിത്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് നമുക്ക് നല്ലതാണ്. വായിക്കുന്നതും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതും ഒക്കെ അത് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ ആവശ്യത്തിന് ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു ശിവേട്ട. അടുത്തതായിട്ട് ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെ 7ാമത്തെ ചോദ്യമാണ്. 8ാമത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആരായാലും അൺമ്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരാവുന്നതാണ്.
വിനോദ് കൊയിലാണ്ടി. വിനോദേട്ടാ. ആരും ഇല്ലേ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട്? സുരേഷ് ഏട്ടാ പറയും. വിനോദേട്ടൻ ഉറങ്ങിപ്പോയോ? അടുത്ത പാരമ്പര്യത്തിലേക്ക് കടക്കാം. അടുത്തതൊന്ന് ക്ലിയർ ചെയ്യാവോ? സുരേഷ് ഏട്ടൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സുരേഷ് ഏട്ടാ അൺമ്യൂട്ട് ചെയ്തില്ല. ഓക്കെ. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. നമ്മള് 9ാമത്തെ പാരമ്പര്യമാണ്. 9ാമത്തെ പാരമ്പര്യം, ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാകരുത്. രക്ഷാസേവന കേന്ദ്രങ്ങൾക്ക് ഉത്തരവാദികളായ കമ്മിറ്റികളോ ബോർഡോ ഉണ്ടാക്കാവുന്നതാണ് എന്നുള്ള വിഷയത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത പരിശോധന നടത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം, ഞാൻ ഇപ്പോഴും എയിൽ നായകത്വം കളിക്കുന്നുണ്ടോ? ശിവചേട്ടാ പേജ് ഒന്ന് മാറ്റണേ. പാരമ്പര്യം 9. നമുക്ക് അതിനെ കുറിച്ചൊന്ന് ആമുഖമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാകരുത്, പക്ഷേ സേവന കേന്ദ്രങ്ങൾക്ക് ഉത്തരവാദികളായ കമ്മിറ്റികളോ ബോർഡോ ഉണ്ടാക്കാവുന്നതാണെന്നാണ്. അപ്പൊ അതില് ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഒരു പാരമ്പര്യമാണത്. നമ്മളുടെ എപ്പോഴും എല്ലാ കാലത്തും പ്രസക്തമായ ഒരു പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ പാരമ്പര്യങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ചില ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു പാരമ്പര്യം ഒരു സംഘടിതമായ പ്രസ്ഥാനമാകരുത് എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഒരു വാസ്തവത്തിൽ ഒരു ഓർഗനൈസേഷൻ അല്ലല്ലോ, ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഇത്. അതുകൊണ്ട് തന്നെ ഇത് പലപ്പോഴും ഇതിൻ്റെ ഒരു സംഘടിതമായ സ്വഭാവം നമ്മളിൽ പെട്ടെന്ന് കടന്നു വരുന്നത് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് ചില ആളുകളുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളാവാം, അല്ലെങ്കിൽ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞു വെച്ച പോലെ 12 പടിയും പാരമ്പര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പം അതിൻ്റെയൊക്കെ ഒരു അഭാവം ഇത്തരം പ്രശ്നങ്ങളുടെ എന്താ പറയാ ഉണ്ടാകുന്നതിന് കാരണമായിട്ട് മാറാറുണ്ട്. നമ്മൾ വേണ്ടത്ര ശ്രദ്ധ അതിൽ കൊടുക്കാത്തത് കൊണ്ട് ഇത് നമ്മളുടെ ഒരു കൂട്ടായ്മ ഒരു സംഘടിതമായ രീതിയിലേക്ക് മാറിപ്പോകുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളോ ബോർഡോ നമുക്ക് ഉണ്ടാക്കാവുന്നതുമാണ് എന്ന് നമ്മളോട് പറയുമ്പോൾ ഇതിനൊരു വ്യക്തതയില്ലാതെ ഓരോരോ ഗ്രൂപ്പുകൾ, ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ന്യൂ ഇയറിന്റെ ഒരു ഗ്രൂപ്പ് ആരംഭിച്ച് ആ സ്വാഗത സംഘം അതിന്റെ മറ്റുള്ള പ്രോഗ്രാം കമ്മിറ്റികളൊക്കെ നടക്കുന്നുണ്ട്. അതൊരിക്കലും ഒരു എയുടെ ഇതല്ല, രീതിയല്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ ഒന്നിച്ചു ചേരുന്ന ഒരു സന്തോഷം പങ്കിടുന്നു. അപ്പൊ അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്നു. ആ പരിപാടി കഴിഞ്ഞാൽ അത് പിരിച്ചുവിടുന്നു. ഒരു സ്ഥിരം സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള ചില പേരുകൾ നമ്മൾ അതിന് കൽപ്പിച്ചുകൊണ്ട് ചില കമ്മിറ്റികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് അവർ പറയുന്ന ന്യായം അത് എയുടെ പരിപാടിയല്ല, നിങ്ങൾ എന്റെ സർവീസ് സ്ട്രക്ചർ പ്രകാരമുള്ള ഒരു ഗ്രൂപ്പല്ല എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചുകൊണ്ട് അത് ഇപ്പോഴും പരോക്ഷമായിട്ടൊക്കെ നിലനിന്ന് പോകുന്നതായിട്ടാണ് നമ്മളുടെ അറിവുകൾ. അപ്പൊ ഇതൊക്കെ എനെ മൊത്തമായി ബാധിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ 1ാം പാരമ്പര്യത്തിന് ഇളക്കം തട്ടുകയും ഐക്യം നഷ്ടപ്പെടുകയും നമ്മളുടെ പുതുമക്കാർക്കൊക്കെ ഇനി കടന്നു വരാനുള്ളവർക്കൊക്കെ അത് വലിയ ഒരു തിരിച്ചടിയായി മാറുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഈ 9ാം പാരമ്പര്യത്തെ വളരെ കൃത്യമായിട്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഒരിക്കലും സംഘടിതമായ പ്രസ്ഥാനമാകരുത്. അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ നമുക്ക് തിരുത്താൻ കഴിയണം. തിരുത്താൻ കഴിയണമെങ്കിൽ എല്ലാവർക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം ഉണ്ടാവണം. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റികളോ ബോർഡോ ഉണ്ടാക്കാവുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ കേരളത്തിൽ ലിറ്ററേച്ചർ കമ്മിറ്റി ഉണ്ട്. GSOന്റെ മാനുവൽ പ്രകാരം അങ്ങനത്തെ കമ്മിറ്റി ഒന്നുമില്ല. അതിപ്പോ ഇന്റർ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ അതിന്റെ PA ചെയർമാനോ അതൊക്കെ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നാണ് പൊതുവിലുള്ള ഒരു ചട്ടം. പക്ഷെ നിർഭാഗ്യവശാൽ അത് ആ തരത്തിലേക്ക് നമുക്ക് വളർത്താൻ കഴിയാറില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എയിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലൊരു നായകനായിട്ടുള്ള ഭാവം നമുക്ക് ഉണ്ടാവാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഓർഡർ ടേക്കർ ആവുക, നമ്മളെ ആഹ്വാനം ചെയ്യുക, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളുടെ ഭാഷയിലോ ശരീരഭാഷയിലോ വാക്കുകളിലോ പ്രതിഫലിച്ചാൽ അതുണ്ടാക്കുന്ന വലിയ കോലാഹലങ്ങൾ ചിലപ്പോൾ വളരെ വലുതായിരിക്കും. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ആവർത്തിക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കിതിനെ കൂട്ടി ചോദിച്ച് വായിച്ചു പോവാവുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരു നടുനായകത്വം വഹിക്കുന്നുണ്ടോ. മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഇത് ധാരാളം നമ്മൾ ചെയ്തതാണെങ്കിൽ പോലും ഇത്തരം കൂട്ടായ്മയിൽ വരുമ്പം നമ്മളത് ഒന്നും കൂടി ആവർത്തിച്ച് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ചോദ്യത്തിലുള്ളത് എന്നാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലൊക്കെ ചർച്ചയോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. താങ്ക് യു. താങ്ക് യു ലതീഷ് ചേട്ടാ. തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പോഴും എയിൽ നായകത്വം കളിക്കാറുണ്ടോ എന്നാണ് നമ്മളോട് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറയുന്നത്. 9ാമത്തെ പാരമ്പര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്തുകയാണ്. മറ്റു മേഖലകളിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ഗ്രൂപ്പുകളോട് അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് പറയാൻ ശ്രമിക്കുന്ന വിവേകമതിയായ ഒരു പഴമക്കാരനേക്കാൾ വെറുക്കപ്പെട്ടതായി വേറെ ആരുണ്ട്? എയുടെ നന്മയ്ക്ക് വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളിൽ അപായ സൂചന കാണുന്ന പഴമക്കാരനും അയാളെ പോലെയുള്ളവരും ഏറ്റവും ശക്തമായ പ്രതിഷേധവും അല്ലെങ്കിൽ കൂടുതൽ വഷളായ പരിഹാസവും അഭിമുഖീകരിക്കുന്നു. 9ാമത്തെ പാരമ്പര്യം 12 പടികളും പാരമ്പര്യങ്ങളും 123ാമത്തെ പേജ്. ഈ ഒരു വിഷയത്തിൽ എയിൽ ഞാൻ ഇപ്പോഴും എയിൽ നായകത്വം കളിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതുമായി ബന്ധപ്പെട്ട് ഷെയറിങ്ങിനും ചർച്ചകൾക്കുമായിട്ട് എല്ലാവരും ക്ഷണിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ പേര് വിളിക്കുന്നുണ്ട്, നിങ്ങളുടെ സാഹചര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് പേര് വിളിക്കാത്ത. ഒന്ന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് വരൂ. ഹലോ ഉണ്ണി, ജോൺസൺ ജോൺസൺ ചേട്ടാ പറയൂ. ചേട്ടാ സംസാരിക്കും. ഞാന് അതിനെപ്പറ്റി അധികം സംസാരിക്കാൻ എനിക്ക് അറിയില്ല എങ്കിൽ പോലും ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുമ്പോ, ഞാൻ ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന ആളാണ്. അത് മൂവാറ്റുപുഴ കുത്താട്ടുകുളം മേഖലയിൽ നിന്നാണ് എനിക്കിത് വളരാൻ പറ്റിയത്. അന്നത്തെ സാഹചര്യത്തില് 2 or 3 ഗ്രൂപ്പുകളെ എനിക്ക് അറിയാവുന്നത് പോലും അടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ഒന്ന് വാഴക്കുളം. ഞാൻ ഏറ്റവും ആദ്യം ഗ്രൂപ്പിൽ ചെല്ലുന്നത് തൊടുപുഴ വാഴക്കുളം ഗ്രൂപ്പിലാണ്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്തുള്ളത് മുതലക്കോടം ഗ്രൂപ്പ്, പിന്നെ ഒരു ഗ്രൂപ്പ് ഉള്ളത് അങ്ങ് ഉദയംപേരൂര്, ഇങ്ങനെ 2-3 ഗ്രൂപ്പ്, പിന്നെ ഉള്ളത് ഏറ്റുമാനൂര്. അപ്പൊ ഇങ്ങനെ ഒരു കഴിയുമ്പോൾ ഈ എല്ലാ സ്ഥലത്തും ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല അന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് നമ്മൾ 10 നയ പൈസ ഇല്ലാതെ തെണ്ടി കുത്തുവാള പിടിച്ച് കയറി വരുമ്പോഴാണല്ലോ എയിലേക്ക് വന്നത്. അന്നൊക്കെ അങ്ങനെ വന്നു രക്ഷപ്പെട്ട കുറെ ആൾക്കാര്, എൻ്റെ ഒപ്പം ഉള്ളവര് ഒക്കെ ഇങ്ങനെ പിടിച്ച് കയറി വന്നു. അപ്പൊ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ആ സമയത്തുള്ളവരൊക്കെ ഈ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനും ഈ മെസ്സേജ് കൊടുക്കാനായിട്ട് സജീവമായി പ്രവർത്തിച്ചു എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അതിന്റെ തെളിവ് എന്നാണെന്ന് ചോദിച്ചാൽ, മൂവാറ്റുപുഴ കൂത്താട്ടുകുളം, ഞാൻ ആ മേഖലയൊക്കെ പറയുമ്പോൾ പെരുമ്പാവൂർ മേഖല ഉൾപ്പെടെ ഒന്നിച്ച് നിന്നുകൊണ്ട് കുറെ അധികം ഗ്രൂപ്പുകൾ ഉണ്ടായി. അത് ലതീഷിന് അതുപോലെ പഴമക്കാരായ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ മാസ്റ്റർ സണ്ണിച്ചേട്ടനൊക്കെ ഒന്ന് ആ മേഖലയിൽ ഒത്തിരി വന്ന് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഞങ്ങളുടെയൊക്കെ കൂടെ നിന്നവരാണ്. ഇത് കഴിഞ്ഞിട്ട് ആണ് നമ്മള് ഈ സ്ട്രക്ചറിനെ പറ്റി ഇപ്പൊ ഒരു ചർച്ച നടക്കുന്നത്. ഈ ചർച്ച നടന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ആരോഗ്യപരമായ ഒരു സ്ട്രക്ചറിനെ പറ്റി മനസ്സിലായത് ഒരിക്കൽ പാലക്കാട് വെച്ച് ഒരു 7-8 വർഷം മുമ്പ് GSO ചെയർമാൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, എനിക്കത് ഓർമ്മ കിട്ടുന്നില്ല, ഒരു ഹിന്ദിക്കാരൻ GSO ചെയർമാൻ അന്ന് കേരളത്തിൽ വന്ന് പുള്ളി എയുടെ സ്ട്രക്ചറിനെ പറ്റി ബോർഡിൽ വരച്ച് കാണിച്ചു. അതായത് GSO മുതൽ താഴേക്ക്
ഏരിയ കൺവെൻഷനുകൾ, ഇന്റർ ഗ്രൂപ്പ് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കമ്മിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് വന്ന് ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന പലരും ഒക്കെ മിടുക്കന്മാരായിട്ടുള്ളവരും എല്ലാവരും കൂടി എന്നെ കൂട്ടിച്ചേർത്തോണ്ട് ഈ ഡിസ്ട്രിക്ട് കമ്മിറ്റികളൊക്കെ അന്ന് മൂവാറ്റുപുഴ മേഖലയിൽ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ഉണ്ടായ ഒരു സംഭവം ചുരുക്കി അങ്ങ് പറഞ്ഞു നിർത്തിക്കോളാം. ജോൺസൺ ചേട്ടാ കേൾക്കുന്നില്ല, മ്യൂട്ടായി പോയി. ജോൺസൺ ചേട്ടാ മ്യൂട്ടാണേ. ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം ചേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാ, അന്ന് പാലക്കാട് പോയി കേട്ടവർക്കെല്ലാം കാര്യം മനസ്സിലായി. കേൾക്കാത്തവർ ഇതിനെ എതിർത്ത ഒരു കാലം അന്നുണ്ടായിരുന്നു. ഇത് ഇന്നും സംഭവിക്കുന്നുണ്ട്. അപ്പൊ കുറച്ചുപേരൊക്കെ പുതുമക്കാര് റിക്കവറി ഗ്രൂപ്പുകളിലേക്ക് രക്ഷപ്പെടട്ടെ. പിന്നെ കുറച്ച് പഴമക്കാരാകുന്നവര് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഇങ്ങനെയുള്ള മിഡ് നൈറ്റ് സ്റ്റാറിന്റെ ഗ്രൂപ്പുകളിൽ ചർച്ചകളിൽ പങ്കെടുക്കുകയും ആ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യം മറ്റുള്ളവർ ധരിപ്പിക്കാൻ ഒരു ഒരു ബാധ്യത അവർക്കുണ്ട്. അതൊരു നേതാവ് എന്നുള്ള ആ ലെവല് വിട്ടിട്ട് അവരുടെ ശരീരഭാഷ പുതിയ മധ്യാസക്തന്റെ ലെവലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അവരെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചാൽ ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഗുണം ചെയ്യും. ഇപ്പൊ തന്നെ നമ്മൾ എല്ലാ മേഖലകളും നമ്മൾ കേരളത്തിൽ എൻ്റെ അറിവ് വെച്ച് എല്ലായിടത്തും സജീവമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളും ഏരിയ കൺവെൻഷനുകൾ, ഏരിയ മീറ്റുകള്, ഇന്റർ ഗ്രൂപ്പ്, ഡിസ്ട്രിക്ട് കമ്മിറ്റി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത തലമുറയ്ക്ക് നമ്മുടെയൊക്കെ മക്കളുടെ കാലമാകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇനിയിപ്പോ കമ്പ്യൂട്ടർ മുഖാന്തരമൊക്കെ ആയിപ്പോകും. അപ്പൊ നമ്മൾ ഓരോ സ്ട്രക്ചറുകൾ പ്രാബല്യത്തിൽ വരുത്തണമെങ്കിൽ അത് വരുത്താനായിട്ടുള്ള ആൾക്കാർ ഒരു കാരണവശാലും അവന്റെ ശരീരഭാഷയും അവന്റെ പ്രവൃത്തിന്ന് എല്ലാം ഒരു ആൽക്കഹോളിക് പുതിയതായിട്ട് വരുന്ന മദ്യാസക്തിന് ഒരിക്കലും ഒരു പൊങ്ങച്ചമായിട്ട് തോന്നണ ഒരു രീതിയിലേക്ക് പോകരുത്. അത് എവിടെയെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് ജോൺസൺ ചേട്ടന് ഒരു സംശയം. അപ്പൊ ഈയിടെ ഉണ്ടായ പല സ്ഥലത്തെയും ഓരോ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്കതിൽ വേദനയുണ്ട്. ഞാൻ അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നോർത്ത് അതൊരു വലിയൊരു അത്യഗാധമായ ദുഃഖമായിട്ട് മാറുന്നൊന്നുമില്ല. ഇതിങ്ങനെ ഉണ്ടാവും. നമ്മൾ ആൾക്കാർ പെരുകും തോറും ആൾക്കാര് ധാരാളം എയിലേക്ക് അന്നൊക്കെ 2000 പേരെ കേരളത്തിലുള്ളെങ്കിൽ ഇന്നത് 7000 ഒക്കെ മേലെയൊക്കെ ആയിക്കഴിഞ്ഞു. അപ്പൊ ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ പുതിയ നേതാവാൻ താല്പര്യമുള്ള ആൾക്കാർ രംഗത്ത് വരും. അവരൊക്കെ ഇങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരൊക്കെ തിരിച്ചത് മനസ്സിലാക്കി തിരിച്ചും വരാറുണ്ട്. അപ്പൊ അത് ലതീഷ് ഭായിക്കൊക്കെ അത് ശരിക്കും സംസാരിക്കാൻ പറ്റും, അതിനറിയാൻ പറ്റും. കാരണം ഞാൻ ഒരു 10 വർഷം മുമ്പ് കണ്ട ഒരു കാലത്തെ ഒരു നിഗമനാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ അത് മാറി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇനി നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ 4, 5, 6 വർഷമൊക്കെ ആയവർ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു എളിയ അഭിപ്രായം മാത്രമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളൂ. അത്ര പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു ജോൺസൺ ചേട്ടാ. അടുത്തായിട്ട് നമ്മൾ സ്വയം പരിശോധനയാണ്. ഞാൻ ഇപ്പോഴും എയിൽ നായകത്വം കളിക്കുന്നുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ഷെയറിങ്ങിനായിട്ട് ക്ഷണിക്കുകയാണ്. സുരേഷ് ഏട്ടൻ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു. മുന്നോട്ട് വരും, എന്നാലാണ് നമുക്ക് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. ഹലോ, വിനോദ് ഏട്ടാ പറയൂ. നേരത്തെ വിളിച്ചല്ലോ. സ്നേഹമുള്ളവരെ, ഞാനൊരു മദ്യാസക്തൻ. മഹത്തായ കൂട്ടായ്മേനെ കണ്ടുമുട്ടിയുണ്ട്. ഇന്നേ ദിവസം മദ്യവെച്ചിട്ടില്ല. എൻ്റെ പേര് വിനോദ്. ഹായ് വിനോദാ. ഹായ്. ഞാനേ 9ാമത്തെ പാരമ്പര്യത്തിന്റെ എയിൽ നായകത്വം കളിക്കുന്നുണ്ടോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പറയുന്നത്. ഞാൻ ആൽക്കഹോളിക് കൂട്ടായ്മയിലായിരുന്ന തുടക്ക നാളുകളിലുള്ള ആദ്യത്തെ ഒരു 3-4 വർഷക്കാലത്തിലൊക്കെ എൻ്റെ ഏഴിലുള്ള സഞ്ചാര പ്രകടനങ്ങളിൽ ഇത്തരം നടുനായകത്വം വഹിക്കുന്ന ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു നഗ്ന സത്യമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശശുദ്ധി അന്ന് എനിക്കുണ്ടായിരുന്നത് പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ നടക്കണം,
പരിപാടികൾ നല്ല വൃത്തിയോടെ നടക്കണം. ഇതിന്റെയൊക്കെ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ നെടുനായകത്വം വഹിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ഇത് മറ്റുള്ളവർക്ക് എത്രയേറെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നു, അല്ല മറ്റുള്ളവർക്ക് എത്രയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു, അവരുടെ സ്വബോധത്തിനെയും അവരുടെ എയുടെ സഞ്ചാരത്തെയും എത്രയേറെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു. മറ്റുള്ളവരെ പോലെ തന്നെ അത് എൻ്റെ സുബോധ യാത്രയ്ക്ക് ഒരുപാട് വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടായിരുന്നു. പിന്നീട് നാളുകള് ശരിക്ക് എയുടെ പ്രോഗ്രാമിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ആണ് ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ചും എയുടെ ജീവിത രീതി എന്നിൽ നടപ്പിലാക്കാനൊക്കെ ഒരു ശ്രമം നടത്തിയപ്പോഴാണ് ഞാൻ അങ്ങനെ പെരുമാറുന്നതിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയേറെ ദൂഷ്യത എനിക്കും മറ്റുള്ളവർക്കും ഇത് വലിയ ഉപദ്രവമായി മാറുന്നുണ്ടെന്ന് മനസ്സിലാവുകയും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ശരിക്ക് മാറി നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അവരിൽ ഒരാളെച്ചാല് ഞാൻ അവരുടെ മുന്നിൽ ഒരാളായി നിന്നിരുന്ന് ഞാൻ അവരിൽ ഒരാളായി നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യം, എൻ്റെ ചുറ്റുമുള്ള ആളുകൾ അനുഭവിച്ച ഒരു സ്വാതന്ത്ര്യം ശരിക്കും എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും അത് ഞാനിപ്പോഴും എനിക്കിപ്പോ പറയാനുള്ള എൻ്റെ അനുഭവത്തിന്റെ ആ വെളിച്ചത്തിലുണ്ടായ ആ സന്തോഷം, ശരിക്കും അങ്ങനെ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ നെടുനായകത്വം വഹിക്കാൻ വേണ്ടി ആ കുടിക്കുന്ന കാലത്ത് ക്യാപ്റ്റൻസിയുടെ മേലാങ്കി അണിഞ്ഞ മാതിരി ഇപ്പോഴും അണിയാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് അവനവനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ അതിൽ നിന്ന് പിന്മാറി ഇപ്പോ കൂട്ടത്തിൽ എന്നുവെച്ചാല് നമ്മുടെ ഈ 11 പാരമ്പര്യങ്ങളും എയിം ചെയ്യുന്നത് ഒന്നാമത്തെ പാരമ്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒന്നാമത്തെ പാരമ്പര്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാകുന്നവരോ ഒരു ചെറിയൊരു അംശമാണ് എന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ശരിക്ക് അത് എയുടെ ആ ഒരു സുഗമമായ യാത്രയ്ക്ക് സാധ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, താങ്ക് യു വിനോദ് കേട്ടോ, താങ്ക് യു വെരി മച്ച്. അടുത്തായിട്ട് ആരാണ് വരുന്നത്? കടന്നു വരാട്ടോ, ആരുമായിട്ടെങ്കിലും ആണെങ്കിലും. ഞാൻ പേര് വിളിക്കുന്നില്ല എന്നുള്ളൂ, മുന്നോട്ട് വന്ന് ഷെയർ ചെയ്യാവുന്നതാണ് വിനോദം എന്ന മാതിരി. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്, ദൈവകൃപയാലും എന്ന മാത്തായ കൊട്ടാമേലെ സഞ്ചരിക്കുന്നു. ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് രാഹുൽ. ഹായ് രാഹുൽ. എന്റെ സംശയമാണ്, എന്താണ് ഹോം ഗ്രൂപ്പ്? എങ്ങനെയാണ് ഞാൻ ഹോം ഗ്രൂപ്പിനെ കണ്ടെത്തേണ്ടത്? അതായത് ഞാൻ ചോദിച്ചിടത്തോളം പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് റിലാപ്സ് ആയ രാഹുലിന് ഹോം ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ ഞാൻ തന്നെ അഹങ്കാരത്തോട് പറഞ്ഞ ഒരു ഗ്രൂപ്പും വേണ്ട എനിക്ക്. ഞാൻ ഗ്രൂപ്പ് ഇല്ലെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും, ഒന്നല്ലെങ്കിൽ ഓൺലൈൻ മീറ്റിങ്ങിലൂടെയോ. എൻ്റെ അഹങ്കാരമല്ലേ എന്നൊരു തോന്നലിപ്പം. അഹങ്കാരം തന്നെയല്ലേ? അതായത് ഞാൻ പറഞ്ഞത് അന്നേരം ഗ്രൂപ്പിൽ നിങ്ങൾ എടുത്തില്ലേയും വേണ്ട, ആദ്യം എനിക്കെൻ്റെ കുടുംബവും ആയിട്ട് നല്ല രീതിയിൽ പോകാനാണ് ആഗ്രഹം. അവർക്ക് അവർ പറഞ്ഞ എത്ര മിനിമം സോബർട്ടി പറയുന്നുണ്ട്, എത്ര 6 മാസം, അപ്പോഴേ ഒരു ഹോം ഗ്രൂപ്പിനെ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതിനെ പറ്റിയിട്ട്. രതീഷേട്ടാ, അത് ചോദ്യമായിട്ട് വന്നിട്ട് ചോദ്യം രാഹുലേ, അതിപ്പോ 2 കാര്യമാണ്. ഒന്ന്, ഇപ്പൊ നമ്മളെ ഈ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതില് നമ്മളെ നായകത്വം കളിക്കുന്നുണ്ടോ എന്നുള്ളത്. വാസ്തവത്തിൽ അതാണല്ലോ അവിടെ പ്രതിഫലിക്കുന്നത്. ഏതൊക്കെയോ ആളുകൾ ഇങ്ങനെ ഒരു നായകത്വം വഹിക്കുന്നതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇത്തരം ചോദ്യങ്ങളായിട്ട് അത് പുറത്തേക്ക് വരുന്നത്. നമുക്കിപ്പോ അത് വ്യക്തി ആരാ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെ പ്രസക്തിയില്ല. പക്ഷെ നമ്മൾ സ്വയം വ്യക്തികൾ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ ഒരു ഹോം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്
റിലാപ്സുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. റിലാപ്സ് ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കും ചെയർമാൻ ആയാലും ഡെലിഗേറ്റ് ആയാലും ട്രസ്റ്റി ആയാലും ഒക്കെ റിലാപ്സ് സംഭവിക്കാം. റിലാപ്സിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഹോം ഗ്രൂപ്പ് എന്ന് പറയുമ്പം അത് നമുക്ക് ഏറ്റവും അടുത്തുള്ളതും നമുക്ക് ഏറ്റവും ആഴ്ചയിൽ വളരെ സുഗമമായിട്ട് പോകാൻ പറ്റുന്ന, നമുക്ക് ഏറെ ഇഷ്ടമുള്ള കുറച്ച് സുഹൃത്തുക്കളുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഹോം ഗ്രൂപ്പായിട്ട് സ്വയം തീരുമാനിക്കാം. ആ തീരുമാനം നമ്മൾ ഗ്രൂപ്പിനെ അതിൻ്റെ ഹോം ഗ്രൂപ്പ് അംഗങ്ങളെ അറിയിക്കുക എന്നുള്ളത് ഒരു സാധാരണ ഒരു മര്യാദ രീതിയാണ്. അതിനുശേഷം അവർക്ക് നമ്മളെ പുറത്താക്കാനോ ഇത്ര മാസം 6 മാസത്തെ സുബോധാവസ്ഥയുടെ ഒരു കാലയളവൊന്നും ഹോം ഗ്രൂപ്പിന്റെ ആ അംഗത്വത്തിന് വേണ്ടി പറയുന്നില്ല. പക്ഷെ ഒരു ഹോം ഗ്രൂപ്പിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സർവീസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആളുകൾ, ഉദാഹരണത്തിന് സെക്രട്ടറി മാറി, ചെയർമാൻ മാറി, അധ്യക്ഷൻ മാറി, അല്ലെങ്കിൽ IGR GSR വരൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ പുതുതായിട്ടൊരു സേവകരെ കണ്ടെത്തുമ്പം അതിനൊരു മാനദണ്ഡമായിട്ട് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 1 വർഷമെങ്കിലും സുബോധവാന്മാരായിരിക്കണം എന്ന് നമ്മളോട് പറയുന്നുണ്ട്. അത് അതിൻ്റെ മറ്റൊരു രീതിയാണ്. പക്ഷേ ഒരു ഹോം ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കുമ്പോൾ റിലാപ്സ് പറ്റിയത് കൊണ്ട് വീണ്ടും അതിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടൊന്നും തന്നെ ആ ഹോം ഗ്രൂപ്പ് അല്ലാതെയായി മാറുന്നില്ല എന്നുള്ളതാണ് എയുടെ ഒരു കീഴ്വഴക്കം. അപ്പൊ അതിന് വളരെ സിമ്പിളാണ് അതിന്റെ മറുപടി. അതിനെ കുറിച്ചിട്ട് നമ്മൾ വേറെ ആളുകളോട് അനാവശ്യമായിട്ട് തർക്കിക്കാൻ പോയിട്ട് കാര്യമില്ല. കാരണം അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയാണല്ലോ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ശാന്തമായിട്ട് ഗ്രൂപ്പിൽ പോയിട്ട് തൽക്കാലം അത് നമ്മൾ ഷെയർ ചെയ്യാതെ നമ്മൾ പോരുകയാണ് നല്ലത്. പിന്നെ ഒരു സന്ദർഭം വരുമ്പോൾ അത് നമ്മൾ വിശദീകരിച്ചു കൊടുക്കാം എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലേ? ഇനി താങ്ക് യു രതീഷ് ഏട്ടാ. അടുത്ത ആരാണ്? ഒരു അൺമ്യൂട്ട് ചെയ്തിരുന്നു. ഷെയർ ചെയ്തോളൂ. അശോക് കുമാർ, ആരാ അൺമ്യൂട്ട് ചെയ്തിരുന്നത്? ഉണ്ണി, തൽക്കാലം നമുക്ക് ഇന്നേ ബാക്കി ഷെയറിംഗ് ആയിട്ട് പോകുന്നു. ഞാനൊന്ന് നേരത്തെ കയറിയതായിരുന്നു ഗ്രൂപ്പില്, തീരെ വയ്യ. ഞാൻ പ്രമോദ് ഉണ്ടാവും വിചാരിച്ചു. ജോസഫ് മാഷ് പിന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ ഒരു മരണം കുടുങ്ങി നിൽക്കുകയാണല്ലോ. അതെ. ഏതായാലും ഇനി ബാക്കിയുള്ള സമയം ഒന്ന് ഷെയറിംഗ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നിർത്താം. നിർത്താം. എന്നിട്ട് ബാക്കി ഷെയറിംഗ് ആയിട്ട് നോക്കും പ്ലീസ്. ഓക്കെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ ഉണ്ണി? ഓക്കെ, ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. അദ്ദേഹത്തിന്റെ എന്നാലെ എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താൽ ഇന്ന് ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഇപ്പോ നായകത്വം കളിക്കാറുണ്ടോ എന്നുള്ളത് എന്നോട് തന്നെ ഞാൻ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പക്ഷെ പൊതുവെ നമുക്ക് ഗ്രൂപ്പുകളിലൊക്കെ നമ്മളൊരു സെക്രട്ടറി, ചെയർമാന് അങ്ങനെയൊക്കെ തെരഞ്ഞെടുക്കാറുണ്ട്. അപ്പൊ അവര് നേരത്തെ വന്ന് മീറ്റിംഗ് റൂം തുറക്കേണ്ടി വരും. മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ റൂം അടച്ച് താക്കോലൊക്കെ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പൊ അവരുടെ ജോലി ഒരു ശമ്പളത്തിന് അധിഷ്ഠിതമായ ജോലിയല്ല. അവരൊരു സമയവും പണവും ഒക്കെ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഗ്രൂപ്പിൽ മാത്രമല്ല, ചിലപ്പോൾ അതൊരു ഇന്റർ ഗ്രൂപ്പ് മീറ്റിങ്ങിനാണെങ്കിൽ പോലും ഞങ്ങളുടെ എവിടെയൊക്കെയാണെങ്കിൽ മാസത്തിലൊരു ഞായറാഴ്ചയാണ് ഇന്റർ ഗ്രൂപ്പ് മീറ്റിംഗ്. അപ്പൊ നമ്മൾ ആ മെസ്സേജുകളൊക്കെ അയക്കും. തലേദിവസം ഒന്നോ അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പേ അയക്കും. അപ്പൊ അവിടെ കാത്തിരിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ 1-2 പേര് മാത്രമേ പ്രത്യക്ഷപ്പെടാറുള്ളൂ. ബാക്കിയുള്ള ആളുകള് ചിലപ്പോ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞൊന്ന് മറന്നുപോയെന്നോ അല്ലെങ്കിൽ വരാൻ പറ്റില്ലെന്നോ ഒക്കെ. ഞാൻ ബിജുവിനെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ബിജു എന്നെയും തുറക്കാം. ഓക്കെ, അപ്പൊ ഏതായാലും പറഞ്ഞു വന്നത്, നമുക്കപ്പൊ അങ്ങനെ വരാതെ ആവുമ്പോ ഇപ്പൊ മീറ്റിംഗ് തുടർന്നു കുറെ നേരമായിട്ടും അതിന്റെ ഒരു പാരമ്പര്യവും പടികളൊക്കെ ഒന്ന് തൂക്കിയിടാനായിട്ട് പോലും, അല്ലെങ്കിൽ ആ മുറി ഒന്ന് അടിച്ച് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് വരുമ്പോ പോലും
ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിനക്ക് ഉള്ളിന്റെ ഉള്ളിലൊക്കെ ചെറിയ ദേഷ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ എല്ലാം എനിക്ക് വേണ്ടിയിട്ട് അല്ലല്ലോ, എന്റെ പെങ്ങളുടെ കല്യാണം അല്ലല്ലോ, ഇതെല്ലാവർക്കും കൂടി വേണ്ടതൊക്കെ തോന്നുമെങ്കിലും നമ്മളത് ചെയ്തതുകൊണ്ട് ഒരുപാട് ജീവിതത്തിൽ പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നുള്ള. അവിടെ മുറി വൃത്തിയാക്കുന്ന ഒരാൾക്ക് വീട്ടിൽ ചെന്ന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെയുള്ള ആറ്റിറ്റ്യൂഡ്, മനോഭാവമാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ ഇപ്പൊ കാറിൽ എനിക്കിപ്പോ ഒരു 7 സീറ്റിന്റെ കാർ ഉള്ളിൽ 8 സീറ്റിന്റെ കാർ ഉള്ളിൽ അതിനകത്ത് കയറ്റി മറ്റൊരു മീറ്റിംഗിലേക്ക് പോകുന്നു. അവിടെ മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ച് വീട്ടുകളിൽ കൊണ്ടാക്കുന്നു. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റായിട്ട് ആളുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലൊക്കെ എന്നോട് ബൈക്കിനാണെങ്കിൽ പോലും ആളുകൾ വന്ന് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ചില ആളുകളോട് നമ്മൾ പറയുകയാണ്, ചേട്ടന്റെ വീടിന്റെ അടുത്തുള്ള ഇയാളെ ഇതൊന്ന് കൊണ്ടുവന്ന് അവിടെ ഇറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്ക് അത്യാവശ്യമാണ്, എനിക്ക് വീട്ടിൽ പോയിട്ട് വേറെ ആവശ്യമുണ്ടെന്ന് പറയുന്നതും കണ്ടിട്ടുണ്ട്. എനിക്കുണ്ടായ ഒരു അനുഭവം വെച്ചാൽ കഴിഞ്ഞ വെക്കേഷന് ഞങ്ങളുടെ അവിടെ ഗ്രൂപ്പിൽ പോയപ്പോ അവിടെ ഗ്രൂപ്പിന്റെ ഒരു ഭാരവാഹി തന്നെ ഞാൻ പറഞ്ഞു, ഈ ചോറ് എല്ലാം പുറത്തുണ്ടാക്കിയിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ വാർഷികമായിരുന്നു, അപ്പൊ അതിന് കൊണ്ടുപോകും. അപ്പൊ ആ കലത്തിന്റെ അടുത്തൊന്ന് പിടിച്ചിട്ട് മുകളിലേക്ക് കയറ്റണം, 2ാം നിലയിലേക്ക് കയറ്റണം. അമ്മേരെ ഭാരവാഹി പറഞ്ഞത് എന്നെ കൊണ്ട് അങ്ങ് സൗകര്യപ്പെടില്ലെന്ന് പറഞ്ഞു. അമ്മേരൊക്കെ നമുക്ക് വളരെ ദേഷ്യവും മനോഭാവവും ഒക്കെ ഉണ്ടാവും. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കയർക്കാതെ ആ സാഹചര്യങ്ങളെല്ലാം സംയമനത്തോടു കൂടി ഇടപെടുകയും കാണുകയൊക്കെ ചെയ്തത് ഈ പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ടല്ല. എന്റെ സുബോധം നിലനിർത്താനാണ്. ഇനി മീറ്റിങ്ങിലൊക്കെ കയർത്ത് സംസാരിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അവർ വളരെ മോശമായ വാക്കുകൾ പോലും ഉപയോഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരും സംസാരിക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ വിചാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയില് മനോഭാവത്തില് അവർ പറയുന്നത് ശരിയായതുകൊണ്ടാണല്ലോ അവർ പറയുന്നത്. അങ്ങനെയുള്ള മനോഭാവങ്ങളുടെ ഒരു വലിയ മാറ്റം പാരമ്പര്യങ്ങൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ഈ പാരമ്പര്യങ്ങള് ബില്ലിന്റെ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഉപന്യാസങ്ങൾ വായിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്കുണ്ട്. കാരണം ഇപ്പൊ ഉണ്ണി വായിച്ച പോലെ തന്നെ മറ്റൊരു ഗ്രൂപ്പിൽ ചെന്നിട്ട് അവരുടെ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ പറ്റി മറ്റൊരു ഗ്രൂപ്പിൽ പോയി പറയാ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വന്നോടെ, ഈ ഗ്രൂപ്പിൽ അത് സംഭവിച്ചു മറ്റേ ഗ്രൂപ്പിൽ പറയാം. ഇതൊക്കെ പാരമ്പര്യങ്ങളുടെ ലംഘനമാണെന്ന് 1-2 പേര് പേഴ്സണലായിട്ട് പറയുന്നത് പോലെ അല്ലല്ലോ പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുവായിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പറയുന്നത്. പറഞ്ഞു വന്നത്, ഞാൻ നായകത്വം കളിക്കാറില്ല, അല്ലെങ്കിൽ നായകത്വം കളിക്കാനായിട്ട് ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ ദൈവം കളിക്കുന്നത് നിർത്തി ആ 3-ാം പടിയിൽ പറയുന്ന ഭാഗത്തെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ലതീഷ് ഭായ് പറഞ്ഞാൽ ഇന്നിപ്പോ പ്രബോധേട്ടനില്ല, ജോസഫ് മാഷിന്റെ സഹോദരൻ മരിച്ചിരിക്കുന്നു. അപ്പൊ അതുപോലത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഷെയറിംഗ് മീറ്റിംഗിലേക്ക് കടക്കാം. ജോൺസൺ ചേട്ടനോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വന്ന് ചെയ്യുമെന്ന് കൊണ്ടിരിക്കുന്നു. ഉണ്ണിക്ക് മോഡറേറ്ററിന് കൈമാറുന്നു. താങ്ക് യു ശിവേട്ട. എന്തായാലും നമ്മൾ ഇന്നത്തെ പാരമ്പര്യ പരിശോധന സഹായി 1ാമത്തെ ക്വസ്റ്റ്യനിൽ നിർത്തിയിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് ബാക്കി കാര്യങ്ങൾ ജോസഫ് മാഷും പ്രമോദേട്ടനൊക്കെ പേര് പ്രതീക്ഷിക്കാം. ഒരു റെക്കോർഡിംഗ്